വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കെമിക്കോഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിനെ പറ്റിയാണ്. എന്താണ് കെമിക്കൽ റിയാക്ഷൻ, എന്താണ് കെമിക്കൽ ഇക്വേഷൻ, എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത് എന്നീ ടോപ്പിക്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പരിചയപ്പെടാം. വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് one or more substances into one or more different substances. അതായത് സബ്സ്റ്റൻസുകൾക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് സംഭവിച്ചിട്ട് ഒന്നോ അതിൽ കൂടുതലോ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. The substances take part in chemical reactions are called reactants, and the substances formed during chemical reactions are called product. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസുകളെ റിയാക്റ്റൻസ് എന്നും കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന സബ്സ്റ്റൻസുകളെ പ്രോഡക്ട്സ് എന്നും വിളിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റിയാക്ഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ്. പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനും ലെഡ് നൈട്രേറ്റ് സൊല്യൂഷനും കളർലെസ് സൊല്യൂഷനുകളാണ്. പൊട്ടാസ്യം അയോഡൈഡ് ലെഡ് നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോഴേക്കും സൊല്യൂഷൻ്റെ കളറ് യെല്ലോ കളറായി ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. അതായത് ലെഡ് നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡുമായി റിയാക്ട് ചെയ്ത് യെല്ലോ കളറുള്ള ലെഡ് അയോഡൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസും അതിനോടൊപ്പം തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസും ഫോം ചെയ്യുന്നു. ഇതിൽ ലെഡ് നൈട്രേറ്റിനെയും പൊട്ടാസ്യം അയോഡൈഡിനെയും റിയാക്റ്റൻസ് എന്ന് വിളിക്കാം. ലെഡ് അയോഡൈഡിനെയും പൊട്ടാസ്യം നൈട്രേറ്റിനെയും പ്രോഡക്റ്റുകൾ എന്നും വിളിക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കെമിക്കൽ ഇക്വേഷൻസ്. വാട്ട് ഈസ് എ കെമിക്കൽ ഇക്വേഷൻ? The symbolic representation of a chemical reaction is called chemical equation. ഒരു കെമിക്കൽ റിയാക്ഷനെ സിമ്പൽ അല്ലെങ്കിൽ ഫോർമുലയുടെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ നോക്കാം. റിയാക്ഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ്. ലെഡ് നൈട്രേറ്റിൻ്റെ കെമിക്കൽ ഫോമുലയാണ് PbNO3 ട്വൈസ്, പൊട്ടാസ്യം അയോഡൈഡിൻ്റെ Ki. ലെഡ് അയോഡൈഡിൻ്റെ കെമിക്കൽ ഫോമുലയാണ് PbI2. പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കെമിക്കൽ ഫോമുലയാണ് KNO3. സോ എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത്? PbNO3 ട്വൈസ് പ്ലസ് 2Ki gives PbI2 പ്ലസ് KNO3. അടുത്ത ടോപ്പിക്കാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഷുഡ് ബി സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ എ കെമിക്കൽ റിയാക്ഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഓരോ എലമെൻറ്റുകളുടെയും റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും പ്രോഡക്റ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഇനി കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷനിൽ ഉള്ള ഓരോ എലമെൻറ്റ്സിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2. Count the number of atoms of various elements present in the reactant and product side. റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള എലമെൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 3.
equalize the number of atoms of each elements on both reactant and product side by balancing the coefficient of elements. എലമെൻസിൻ്റെ കോയിഫിഷ്യൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള നമ്പർ ഓഫ് ആറ്റംസിനെ ഈക്വലൈസ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, എപ്പോഴും എലമെൻറ്റുകളുടെ കോയിഫിഷ്യൻ്റ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഒരിക്കലും സബ്സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നതിന് മുന്നേ കോയിഫിഷ്യൻ്റ് എന്താണ്, സബ്സ്ക്രിപ്റ്റ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നീ കാര്യങ്ങളൊന്ന് പറയാം. അതിനായിട്ട് ഫോർമേഷൻ ഓഫ് അമോണിയ മോളിക്യൂളിൻ്റെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഞാനിവിടെ എഴുതുകയാണ്. N2 plus 3H2 gives 2NH3. ഒരു കെമിക്കൽ ഇക്വേഷനിൽ ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും തൊട്ട് മുന്നേ എഴുതുന്ന നമ്പറിനെയാണ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസിൻ്റെ മുന്നിൽ നമ്പറൊന്നും ഇല്ല എങ്കിൽ അതിനർത്ഥം കോയിഫിഷ്യൻ്റ് 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കെമിക്കൽ ഇക്വേഷനിൽ നൈട്രജൻ്റെ തൊട്ട് മുന്നേ നമ്പറൊന്നും ഇല്ല, അതായത് കോയിഫിഷ്യൻ്റ് ഈസ് 1. ഹൈഡ്രജൻ്റെ മുമ്പിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 3. സോ കോയിഫിഷ്യൻ്റ് 3. അമോണിയയുടെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 2. കോയിഫിഷ്യൻറ്റുകൾക്ക് ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. ഇനി ഏതൊരു എലമെൻറ്റിൻ്റെയും സബ്സ്ക്രിപ്റ്റായി എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് ആ എലമെൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. അലൂമിനിയം ഓക്സൈഡ് Al2O3. ഇതിനകത്ത് ഏതൊക്കെ എലമെൻ്റ് ആണുള്ളത്? അലൂമിനിയവും ഓക്സിജനും. അലൂമിനിയത്തിൻ്റെ സബ്സ്ക്രിപ്റ്റ് എത്രയാണ്? 2. ഓക്സിജൻ്റെ സബ്സ്ക്രിപ്റ്റ് എത്രയാണ്? 3. അതായത് അലൂമിനിയം ഓക്സൈഡിൽ 2 അലൂമിനിയം ആറ്റങ്ങളും 3 ഓക്സിജൻ ആറ്റങ്ങളും ഉണ്ട്. വേറൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, അമോണിയ. അമോണിയയിൽ ഏതൊക്കെ എലമെൻ്റ് ഉണ്ട്? നൈട്രജനുമുണ്ട്, ഹൈഡ്രജനുമുണ്ട്. നൈട്രജന് സബ്സ്ക്രിപ്റ്റ് ഒന്നുമില്ല. സബ്സ്ക്രിപ്റ്റ് ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ്. ഹൈഡ്രജൻ്റെ സബ്സ്ക്രിപ്റ്റ് എത്രയാണ്? 3. സോ അമോണിയ മോളിക്യൂളിനകത്ത് ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റങ്ങളും ഉണ്ട്. ഇനി നമുക്കൊരു കെമിക്കൽ ഇക്വേഷനകത്തുള്ള ഓരോ എലമെൻസിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ വീണ്ടും അമോണിയ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. N2 plus 3H2 gives 2NH3. ഇതിൽ നൈട്രജൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഏതൊക്കെയാണ് റിയാക്റ്റൻ്റ്? നൈട്രജൻ മോളിക്യൂളും ഹൈഡ്രജൻ മോളിക്യൂളുമാണ് റിയാക്റ്റൻറ്റുകൾ. നൈട്രജൻ മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് nitrogen atom in 1 N2 molecule is equal to നൈട്രജൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1 ഇൻറ്റു നൈട്രജൻ്റെ സബ്സ്ക്രിപ്റ്റ് എത്രയായിട്ട് എഴുതിക്കുന്നത്? 2 is equal to 2. സോ ഒരു നൈട്രജൻ മോളിക്യൂളിനകത്ത് എത്ര നൈട്രജൻ ആറ്റങ്ങളുണ്ട്? 2. അതുപോലെ നമുക്ക് ഹൈഡ്രജൻ്റെ നോക്കാം. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ എത്ര മോളിക്യൂൾ ഉണ്ട് ഇവിടെ? 3 ഹൈഡ്രജൻ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് എത്രയാണ്? 3 ഇൻറ്റു ഹൈഡ്രജൻ്റെ സബ്സ്ക്രിപ്റ്റ് എത്രയാണ് എഴുതിയിരിക്കുന്നത്? 2 ഇസ് ഈക്വൽ ടു 6. അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? അമോണിയ. അതിലേതൊക്കെ എലമെൻറ്റുകളുണ്ട്? നൈട്രജനുമുണ്ട്, ഹൈഡ്രജനുമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യാം.
ആദ്യം നമുക്ക് നൈട്രജൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് നൈട്രജൻ ആറ്റം ഇൻ 2NH3 is equal to, അമോണിയയുടെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 2. ഇതിൽ നൈട്രജൻ്റെ സബ്സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, ദാറ്റ് ഈസ് സബ്സ്ക്രിപ്റ്റ് ഈസ് 1. സോ 2 ഇൻറ്റു സബ്സ്ക്രിപ്റ്റ് എത്രയാണ്? 1 is equal to 2. ഇനി അടുത്ത എലമെൻ്റ് ഏതാ? ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 2NH3 is equal to, കോയിഫിഷ്യൻ്റ് എത്രയാണ്? 2 ഇൻറ്റു ഹൈഡ്രജൻ്റെ സബ്സ്ക്രിപ്റ്റ് എത്രയാണ് എഴുതിയിരിക്കുന്നത്? 3. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഈസ് 6. ഇനി നമുക്ക് വേറൊരു കോമ്പൗണ്ട് നോക്കാം. ലെഡ് നൈട്രേറ്റ്. കെമിക്കൽ ഫോർമുല PbNO3 twice. ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് ബ്രാക്കറ്റിന് വെളിയിലായിട്ട് ഒരു സബ്സ്ക്രിപ്റ്റ് കിടക്കുന്നു. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു മോളിക്യൂൾ ലെഡ് നൈട്രേറ്റ് ആണ് എടുത്തിരിക്കുന്നത് വിചാരിക്കുക. സോ കോയിഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ആദ്യത്തെ ആറ്റം ഏതാണ്? ലെഡ് ആറ്റം ഇൻ 1 PbNO3 twice is equal to, കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1 ഇൻറ്റു ലെഡിൻ്റെ സബ്സ്ക്രിപ്റ്റ് 1 is equal to 1. അടുത്ത എലമെൻ്റ് ഏതാണ്? നൈട്രജൻ. നമ്പർ ഓഫ് നൈട്രജൻ ആറ്റം ഇൻ 1 PbNO3 twice is equal to 2. ഞാൻ പറഞ്ഞു ഈ ബ്രാക്കറ്റിന് വെളിയിലായിട്ടാണ് ഈ കോമൺ സബ്സ്ക്രിപ്റ്റ് 2 കിടക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് നൈട്രജനും സ്വന്തമാണ്, ഓക്സിജനും സ്വന്തമാണ്. ഡൗട്ടില്ലല്ലോ. അപ്പം നമുക്ക് നമ്പർ നോക്കാം. കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1 ഇൻറ്റു നൈട്രജന് തൊട്ട് താഴെ കിടക്കുന്ന സബ്സ്ക്രിപ്റ്റ് 1 ആണ്. സബ്സ്ക്രിപ്റ്റ് ഇല്ല, ദാറ്റ് മീൻസ് 1. സോ 1 ഇൻറ്റു കോമൺ സബ്സ്ക്രിപ്റ്റ് എത്രയാണ്? 2. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 1 ഇൻറ്റു 1 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. ഇനി അടുത്ത എലമെൻ്റ് ഏതാണ്? ഓക്സിജൻ. സോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ 1 PbNO3 twice is equal to, കോയിഫിഷ്യൻ്റ് 1 ഇൻറ്റു ഓക്സിജൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന സബ്സ്ക്രിപ്റ്റ് എത്രയാണ്? 3 ഇൻറ്റു കോമൺ സബ്സ്ക്രിപ്റ്റ് എത്രയാണ്? 2 is equal to 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 2 6. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് ബാലൻസിങ് ഇക്വേഷനിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒരു അൺബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. റിയാക്ഷൻ ഓഫ് മീഥെയിൻ വിത്ത് ഓക്സിജൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ ഉള്ള എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഈ കെമിക്കൽ ഇക്വേഷൻ വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് ലിസ്റ്റ് ചെയ്യാം. ഈ റിയാക്റ്റൻസിനകത്ത് ഏതൊക്കെ എലമെന്റ് ഉണ്ട്? കാർബൺ, നെക്സ്റ്റ് എലമെന്റ് ഈസ് ഹൈഡ്രജൻ, അടുത്തത് ഓക്സിജൻ. ഇനി അടുത്ത സ്റ്റെപ്പ് 2, കൗണ്ട് ദി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള ഓരോ എലമെന്റിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എലമെന്റ്സ് ആണ്. സെക്കൻഡ് കോളത്തില് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്ടന്റ് സൈഡ്. ഓരോ എലമെന്റ്സും റിയാക്ടന്റ് സൈഡിൽ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. തേർഡ് കോളം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രോഡക്റ്റ് സൈഡ്. ഓരോ എലമെന്റിന്റെയും പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എഴുതുന്നു. ഫസ്റ്റ് എലമെന്റ് നമുക്ക് നോക്കാം, കാർബൺ. കാർബൺ റിയാക്ടന്റ് സൈഡിൽ കോയിഫിഷ്യന്റ് എത്രയാണ്? 1. സബ്സ്ക്രിപ്റ്റ് 1. സോ 1 ഇൻറ്റു 1 1. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ എലമെന്റ്. 1 ഇൻറ്റു 4 4.
അടുത്ത എലമെന്റ് ഏതാ? ഓക്സിജൻ. കോയിഫിഷ്യന്റ് 1 അല്ലേ? 1 × 2 2. ഇനി പ്രോഡക്റ്റ് സൈഡ് നോക്കാം. ഫസ്റ്റ് എലമെന്റ് കാർബൺ. കാർബണിന്റെ 1 × 1 1. നെക്സ്റ്റ് ഹൈഡ്രജൻ 1 × 2. നമ്പർ ഓഫ് എലമെന്റ് ഈസ് 2. നെക്സ്റ്റ് വൺ ഓക്സിജൻ. ഓക്സിജൻ ഈ പ്രോഡക്റ്റിലുമുണ്ട് ഈ പ്രോഡക്റ്റിലുമുണ്ട്. സോ ടോട്ടൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടെന്ന് നോക്കാം. 1 × 2 2 പ്ലസ് 1 × 1 1. സോ ടോട്ടൽ നമ്പർ ഈസ് 3. ഇനി അടുത്ത സ്റ്റെപ്പ് 3 എന്താണ്? ബാലൻസിങ് ദ കോയിഫിഷ്യൻസ്. കോയിഫിഷ്യൻസിനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കെമിക്കൽ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാ സബ്സ്റ്റൻസിനെയും ബോക്സിലാക്കുകയാണ്. ഓക്കെ, ഈ ബോക്സിനകത്ത് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ആകെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോയിഫിഷ്യന്റ് മാത്രമാണ്. ഞാൻ ഈ ബോക്സ് വീണ്ടും ഒന്നുകൂടെ എടുത്തെഴുതുകയാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ റിയാക്ടന്റ് സൈഡ് 1, ഹൈഡ്രജൻ ആറ്റം 4, ഓക്സിജൻ 2. പ്രോഡക്റ്റ് സൈഡിൽ 1 2 3. ഇനി ബാലൻസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഒരു കെമിക്കൽ ഇക്വേഷനിൽ ഓക്സിജനും ഹൈഡ്രജനും അല്ലാതെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആ എലമെന്റിനെ വേണം നമ്മൾ ബാലൻസ് ചെയ്യാൻ. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഓക്സിജനിലും ഹൈഡ്രജനിലും ഫസ്റ്റ് ഹൈഡ്രജനെ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ഓക്സിജനെ ബാലൻസ് ചെയ്യാവൂ. അപ്പോൾ ഇതിൽ ഏതൊക്കെ എലമെന്റ് ഉള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതിൽ ആദ്യം ഏത് എലമെന്റാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? കാർബണ്. കാർബണിന്റെ നമ്പർ ഓഫ് ആറ്റംസ് റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിൽ 1. സോ ഓൾറെഡി അത് ഈക്വലൈസ്ഡ് ആണ്. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പ്രയോറിറ്റി ഏതിനാണ് കൊടുക്കേണ്ടത്? ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ പറഞ്ഞു. അടുത്തത് ഹൈഡ്രജനാണ് പ്രയോറിറ്റി കൂടുതൽ. സോ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാം. ഹൈഡ്രജന് റിയാക്ടന്റ് സൈഡിൽ എത്രയാണുള്ളത്? 4, പ്രോഡക്റ്റ് സൈഡിൽ 2. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈക്വലൈസ് ചെയ്യാൻ 2വിനെ 4ലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ 2വിനെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ ഈക്വലൈസ് ചെയ്ത് 4 ആക്കാൻ പറ്റൂ. സോ പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ വരുന്നത് ഏത് സബ്സ്റ്റൻസിലാണ്? വാട്ടറിൽ. അപ്പോൾ വാട്ടറിന്റെ കോയിഫിഷ്യന്റ് എത്ര ആക്കി ചേഞ്ച് ചെയ്യുക? 2 ആക്കി ചേഞ്ച് ചെയ്യുക. ഓക്കെ, നോക്കിയേ, കോയിഫിഷ്യന്റ് 2 ആക്കിയപ്പോൾ ഈ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ബാധകമാണ്, ഓക്സിജനും ബാധകമാണ്. അതായത് ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ആറ്റം മാത്രമല്ല, ഓക്സിജന്റെ നമ്പർ ഓഫ് ആറ്റംസിനും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും ഓക്സിജൻ നമ്പർ ഓഫ് ആറ്റം എത്രയെന്ന് നോക്കാം. 2 × 1 2 പ്ലസ് ഇവിടെയുണ്ട് ഓക്സിജൻ 1 × 2 2. ഇപ്പോൾ എത്രയായി? ഓക്സിജന്റെ പ്രോഡക്റ്റ് സൈഡിലെ നമ്പർ ഓഫ് ആറ്റം എത്രയായി? 4 ആയിട്ട് ചേഞ്ച് ചെയ്യും. 3 അല്ല 4 ആയി ഇപ്പം മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ബാലൻസ് ചെയ്യാം. ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ എത്രയാണ്? 2, പ്രോഡക്റ്റ് സൈഡിൽ 4. അതായത് നമ്മൾ 2വിനെ ചേഞ്ച് ചെയ്യണം, ഗ്രേറ്റർ നമ്പറിലേക്ക് ആക്കണം. ഗ്രേറ്റർ നമ്പറിലേക്ക് ആക്കാൻ 2വിനെ ഏത് സംഖ്യ വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്സിജൻ വരുന്ന ഏത് സബ്സ്റ്റൻസിലാണ്? ഓക്സിജൻ മോളിക്യൂള്. അതിന്റെ കോയിഫിഷ്യന്റ് എത്രയായി ചേഞ്ച് ചെയ്യുക? 2 ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാം. കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയെന്ന് നോക്കാം. കാർബൺ റിയാക്ടന്റ് സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിലും 1. ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 4, പ്രോഡക്റ്റ് സൈഡിൽ 2 × 2 4. ഈക്വലൈസ്ഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 2 × 2 4, പ്രോഡക്റ്റ് സൈഡിൽ 2 + 2 4. അപ്പോൾ ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ആയി. അപ്പോൾ നമ്മൾ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ആയിട്ട് ഒന്നുകൂടെ എടുത്ത് എഴുതാം. CH4 + 2O2 gives CO2 + 2H2O. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. റിയാക്ഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. സ്റ്റെപ്പ് 1 ഞാൻ വീണ്ടും ഇക്വേഷൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത്? സോഡിയം, പിന്നുള്ളത് ഓക്സിജൻ, നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ. അടുത്ത റിയാക്ടൻ്റ് ഏതാ ഉള്ളത്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അടുത്തത് സൾഫർ. നെക്സ്റ്റ് വൺ ഓക്സിജൻ. ഓക്സിജൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസിനെ കൗണ്ട് ചെയ്യുക.
അതായത് റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള നമ്പർ ഓഫ് ആറ്റംസിനെ കൗണ്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഞാനിവിടെ ബോക്സ് വരച്ചിട്ടുണ്ട്. സോഡിയം റിയാക്ടൻറ്റ് സൈഡിൽ എത്രയാണെന്നുണ്ടെന്ന് നോക്കാം. റിയാക്ടൻറ്റ് സൈഡിൽ 1 × 1, കോയിഫിഷ്യന്റ് 1. ഓക്സിജൻ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ ടോട്ടൽ നമ്പർ സം ചെയ്യണം. ഇവിടെ എത്രയാണുള്ളത്? 1 പ്ലസ് ഇവിടെ എത്രയാണ്? 1 × 4, 4. ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഈസ് 5. നെക്സ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? 1 × 1 എത്രയാണുള്ളത്? 1 പ്ലസ് ഇവിടെ 1 × 2, 2. എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 3. നെക്സ്റ്റ് സൾഫർ 1 × 1, 1. ഇനി പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് നോക്കാം. സോഡിയത്തിന്റെ നമ്പർ ഓഫ് ആറ്റം 1 × 2, 2. സൾഫർ 1 × 1, 1. നെക്സ്റ്റ് ഈസ് ഓക്സിജൻ 1 × 4, 4 പ്ലസ് ഇവിടെയുണ്ട് 1 × 1, 1. ടോട്ടൽ ഈസ് 5. ഓക്സിജൻ 5. നെക്സ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ 1 × 2, 2. ഇനി അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ എന്താണ്? ഇക്വേഷൻ ബാലൻസ് ചെയ്യാണ്. വീണ്ടും ഞാൻ ഈ ബോക്സിലുള്ള നമ്പേഴ്സ് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതുകയാണ്. 1 5 3 1 2 5 2 1. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓക്സിജനും ഹൈഡ്രജനും അല്ലാതെ ഉള്ള മറ്റ് എലമെന്റുകളെ വേണം ഫസ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്യാൻ. അപ്പൊ ആദ്യമേ ആരെ ബാലൻസ് ചെയ്യണം? സോഡിയത്തിനെ ബാലൻസ് ചെയ്യാം. റിയാക്ടൻറ്റ് സൈഡിൽ നമ്പർ 1, പ്രോഡക്റ്റ് സൈഡിൽ 2. അപ്പോൾ ഗ്രേറ്റർ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം, അതായത് 2ലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 1നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. റിയാക്ടൻറ്റ് സൈഡിൽ സോഡിയം വരുന്നത് എവിടെയാണ്? റിയാക്ടൻറ്റ് സൈഡിൽ സോഡിയം വരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിനകത്താണ്. അതിന്റെ കോയിഫിഷ്യന്റ് എത്ര ആക്കി ചേഞ്ച് ചെയ്യുക? 2 ആക്കി ചേഞ്ച് ചെയ്യുക. അപ്പോൾ കോയിഫിഷ്യന്റ് 2 ആയപ്പോൾ ഇതിനകത്തുള്ള മറ്റ് എലമെന്റിന്റെ, അതായത് മറ്റ് എലമെന്റ് ആയ ആരൊക്കെയാ? ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും നമ്പറുകൾക്ക് ചേഞ്ച് സംഭവിച്ചു. ഓക്സിജന്റെ നമ്പർ എത്രയാണെന്ന് നോക്കാം. 2 × 1, 2 പ്ലസ് ഇവിടെ ഉണ്ട് ഓക്സിജൻ 1 × 4, 4. ടോട്ടൽ നമ്പർ എത്രയായി മാറിയിട്ടുണ്ട്? 6 ആയി. റിയാക്ടൻറ്റ് സൈഡിലുള്ള ഓക്സിജന്റെ എണ്ണം 6 ആയി മാറി. ഓക്കെ, അടുത്ത ഹൈഡ്രജന്റെ നമ്പർ മാറിയിട്ടുണ്ടല്ലോ. എത്രയായി? 2 × 1, 2 പ്ലസ് ഇവിടെ ഉണ്ട് ഹൈഡ്രജൻ 1 × 2, 2. ടോട്ടൽ റിയാക്ടൻറ്റ് സൈഡിലുള്ള ഹൈഡ്രജന്റെ എണ്ണം 4 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സൾഫർ. ഓക്സിജനെ ഹൈഡ്രജനെ ഇക്വലൈസ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത മറ്റൊരു എലമെന്റ് കിടപ്പുണ്ട്, സൾഫർ. സൾഫർ ഓൾറെഡി ഇക്വലൈസ്ഡ് ആണ്, അതുകൊണ്ട് അതിന് ചേഞ്ച് ഒന്നും വരുത്തണ്ട. ഇനി ഏതിനെയാണ് പ്രയോറിറ്റി? ഹൈഡ്രജനെ ഈക്വലൈസ് ചെയ്യണം. ഹൈഡ്രജന്റെ റിയാക്ടൻറ്റ് സൈഡിലെ നമ്പർ 4, പ്രൊഡക്റ്റ് സൈഡിലെ നമ്പർ 2. അപ്പോൾ ഈ 2വിനെ 4ലേക്ക് ഗ്രേറ്റർ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ 2വിനെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഹൈഡ്രജൻ, പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ വരുന്ന ഏത് എലമെന്റിന്, ഏത് സബ്സ്റ്റൻസിലാണ്? വാട്ടറിലാണ്. സോ വാട്ടറിന്റെ കോയിഫിഷ്യന്റ് 2 ആയിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നോക്കിയേ, വാട്ടറിനകത്ത് ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. വീണ്ടും ഓക്സിജന്റെ നമ്പറിന് ചേഞ്ച് സംഭവിച്ചു. എത്രയായി മാറിയെന്ന് നോക്കാം. 2 × 1, 2 പ്ലസ് ഇവിടെ ഉണ്ട് ഓക്സിജൻ. എത്രയാ? 1 × 4, 4. ടോട്ടൽ എത്രയായി മാറിയിട്ടുണ്ട്? 6 ആയി. പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജന്റെ നമ്പർ 6 ആയി മാറിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എല്ലാ എലമെന്റ്സും ബാലൻസ് ആയി. നമുക്കൊന്നുകൂടെ ബാലൻസ് ആയെന്ന് നോക്കാം. സോഡിയത്തിന്റെ നമ്പർ റിയാക്ടൻറ്റ് സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിലും 2. ഓക്സിജൻ റിയാക്ടൻറ്റ് സൈഡിൽ 2 പ്ലസ് 4 എത്രയായി? 6 ആയി. പ്രോഡക്റ്റ് സൈഡിൽ 4 പ്ലസ് 2 എത്രയായി? 6 ആയിട്ടുണ്ട്. ഹൈഡ്രജന്റെ നോക്കിയേ, 2 പ്ലസ് 2 4. പ്രോഡക്റ്റ് സൈഡിൽ 2 × 2 4. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. എന്താണ്? 2NaOH പ്ലസ് H2SO4 gives Na2SO4 plus 2H2O. അടുത്ത വേറൊരു എക്സാമ്പിൾ നോക്കാം. റിയാക്ഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ് വിത്ത് അലുമിനിയം സൾഫേറ്റ്. സ്റ്റെപ്പ് 1 ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ബേരിയം,
നെക്സ്റ്റ് ക്ലോറിൻ, അടുത്തത് അലുമിനിയം, സൾഫർ ആൻഡ് ഓക്സിജൻ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യുന്നു. ഞാൻ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. റിയാക്റ്റൻസ് സൈഡിൽ ഓരോ എലമെന്റ്സിന്റെ നമ്പർ ഓഫ് ആറ്റം കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ബേരിയത്തിൻ്റെത് 1 into 1 1, ക്ലോറിൻ്റെത് 1 into 2 2, അലുമിനിയത്തിൻ്റെ 1 into 2 2, സൾഫറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. 1 into 1 1, 1 into 3 3. ഓക്സിജൻ്റെത് കോയിഫിഷ്യൻ്റ് 1, 1 into 4 4, 4 into 3 12. ഓക്കെ, ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കാം. ബേരിയത്തിൻ്റെ കോയിഫിഷ്യൻ്റ് 1, സബ്സ്ക്രിപ്റ്റ് 1, സോ നമ്പർ ഓഫ് ആറ്റം 1. സൾഫറിൻ്റെത് 1 into 1 1. ഓക്സിജൻ 1 into 4 4 ഓക്സിജൻ. നെക്സ്റ്റ് അലൂമിനിയത്തിൻ്റെത് 1 into 1 1. ക്ലോറിൻ്റെത് 1 into 3 3. നെക്സ്റ്റ് സ്റ്റെപ്പ് ബാലൻസ് ചെയ്യുന്നതാണ്. ഞാൻ ഈ നമ്പർ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. 1 2 2 3 12 1 3 1 1 4. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഓക്സിജനും ഹൈഡ്രജൻ അല്ലാത്ത മറ്റ് എലമെന്റുകളെ ഈക്വലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം ബേരിയം ഓൾറെഡി ഈക്വലൈസ്ഡ് ആണ്. നെക്സ്റ്റ് ആരാണ്? ക്ലോറിനെ ഈക്വലൈസ് ചെയ്യാം. ക്ലോറിൻ ഇവിടെ എത്രയാണ്? നമ്പർ 2, ഇവിടെ 3. നോക്കി, ഒരെണ്ണം ഈവനും ഒരെണ്ണം ഓഡ് നമ്പറുമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഓഡിനെ വെച്ച് ഈവനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈവൻ വെച്ച് ഓഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ക്ലോറിനെ ഇവിടെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസ് സൈഡിൽ ക്ലോറിൻ വരുന്നത് ഏത് കോമ്പൗണ്ടിനാണ്? നോക്കൂ, BaCl2. അതിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയായിട്ട് ചേഞ്ച് ചെയ്യാം? 3 ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിനെല്ലാം ബോക്സിലാക്കാണ്. ത്രീ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ കോയിഫിഷ്യൻ്റ് ഇവിടെ ചേഞ്ച് ചെയ്തപ്പോൾ ബേരിയത്തിൻ്റെ നമ്പർ ഓഫ് ആറ്റവും ചേഞ്ച് ആയിട്ടുണ്ട്. എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 3 into 1 3. റിയാക്റ്റൻസ് സൈഡിലെ ബേരിയത്തിൻ്റെ നമ്പർ എത്രയായി മാറി? 3 ആയി ചേഞ്ച് ചെയ്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് പ്രോഡക്റ്റ് സൈഡിൽ നമ്മൾ ക്ലോറിനെ ഏത് കോയിഫിഷ്യൻ്റ് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2 വെച്ച്. പ്രോഡക്റ്റ് സൈഡിൽ ക്ലോറിൻ വരുന്ന എവിടെയാണ്? അലുമിനിയം ക്ലോറൈഡിൽ. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയായി മൾട്ടിപ്ലൈ ചെയ്യുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതിൻ്റെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്? അലൂമിനിയത്തിൻ്റെ നമ്പർ ഓഫ് ആറ്റത്തിന് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. എത്രയായി മാറി? 2 into 1. എത്രയായി? 2 ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ബേരിയത്തിലേക്ക് വരാം. ബേരിയത്തിന് നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ 3 ആയി മാറി. ഇവിടെ എത്രയേ ഉള്ളൂ? 1. അപ്പോൾ ഇവിടെ 3 ആക്കാൻ വേണ്ടിയിട്ട് ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ബേരിയം വരുന്നത് എവിടെയാണ്? ബേരിയം സൾഫേറ്റിനകത്ത്. അതിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ നോക്കിയേ, ഇപ്പം ബേരിയത്തിൻ്റെ മാത്രമല്ല സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും നമ്പറിന് ചേഞ്ചസ് സംഭവിച്ചു. സൾഫറിൻ്റെ എത്രയായി മാറിയിട്ടുണ്ട്? 3 into 1. നമ്പർ ഓഫ് ആറ്റം സൾഫറിൻ്റെ എത്രയായി ചേഞ്ച് ചെയ്തു? പ്രോഡക്റ്റ് സൈഡിൽ 3 ആയി. നെക്സ്റ്റ് ഓക്സിജൻ്റെയോ? 3 into 4. എത്രയായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്? 4ൽ നിന്നും 12 ആയി ചേഞ്ച് ചെയ്തു. അപ്പോൾ നോക്കിയേ, എല്ലാത്തിൻ്റെയും 3. ബേരിയം ഇക്വലൈസ്ഡ് ആയിട്ടുണ്ട്. ക്ലോറിൻ്റെത് 2 into 3 6, ഇവിടെയും 6 ഇക്വലൈസ്ഡ് ആയിട്ടുണ്ട്. അലുമിനിയം 2 2 ഇക്വലൈസ്ഡ് ആയി. സൾഫർ 3 3 ഇക്വലൈസ്ഡ് ആയി. ഓക്സിജൻ ഇവിടെയും 12 ഇവിടെയും 12 ഇക്വലൈസ്ഡ് ആയി. സോ നമുക്ക് കെമിക്കൽ ഇക്വേഷൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 3BaCl2 plus Al2SO4 thrice gives BaSO4 3BaSO4. Coefficient 3 ആയി. 3BaSO4 plus 2AlCl3. ഓക്കെ, പോസ് ചെയ്താൽ മതി.
ഇവിടെ അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ 4 പ്രോബ്ലംസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മുമ്പേ പറഞ്ഞ സ്റ്റെപ്സ് അനുസരിച്ച് ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.